ഏതൊരു സംഭവവും സമൂഹത്തിൽ നടക്കുമ്പോഴും അത് വഷളാക്കാനും രമ്യമായി പരിഹരിക്കാനും കഴിയുന്ന തരത്തിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു കലാപത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കാനും അത് തല്ലിക്കെടുത്താനും മാധ്യമങ്ങൾക്ക് കഴിയും. ഇപ്പോൾ തന്നെ ലോകത്തെ ഞെട്ടിച്ച തരത്തിൽ കശ്മീരിൽ നരഹത്യ നടന്നിരിക്കുന്നു. 100% ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്ന ഭീകരവാദികൾ ചെയ്തതാണ് ഇതൊക്കെ. ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കാനും അവർ അതിലൂടെ പദ്ധതിയിട്ടിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് കൊന്നു തള്ളുന്നതിനിടയിൽ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞതും മതം ചോദിച്ചതുമെല്ലാം അതിനു വേണ്ടിയാണ്. ഈ ഭീകരവാദികൾക്ക് ഏത് മതമായാലും ഏത് ജാതിയായാലും അവർക്ക് വിഷയമല്ല. പക്ഷേ അവർ ഉണ്ടാക്കുന്ന ഇത്തരം പ്രത്യാഘാതങ്ങൾ അത് കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അവരുടെ ജോലിയും അത് തന്നെയാണ്. എന്നാൽ അതിനെ ആഘോഷിക്കുകയാണ് ഇന്ത്യയിൽ ചില വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് തീവ്ര ഹിന്ദു സംഘടനകൾ. അതെല്ലാം വലിയ തെറ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അതിനിർണായകമായ ഘട്ടത്തിൽ ഒരു ഇന്ത്യക്കാരനും മതം ചോദിക്കില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അത് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ചിലരുടെ അജണ്ട മാത്രമാണ്. അവിടെയാണ് മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. മാധ്യമങ്ങളിൽ പോലും വാർത്ത വന്നാൽ ആ വാർത്ത വായിച്ചവന്റെ മതം നോക്കുന്ന തെമ്മാടികളുടെ രാജ്യമായും ഇന്ത്യ മാറിയിട്ടുണ്ട്. അത് ചെറിയ 1% അഭിപ്രായം മാത്രമാണ്. എങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ്. ഭീകരരെ അടിച്ചമർത്താനുള്ള എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ നൽകുകയാണ് ഓരോ ഇന്ത്യക്കാരനും, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ. അതിൽ തന്നെ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിന് വലിയ പിന്തുണയും ലഭിക്കുകയാണ്. നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാനുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു വാർത്ത നൽകിയ 24 ചാനലിലെ ആഷ്മിയുടെ വാക്കുകൾ വൈറലാവുകയാണ്. അതാണ് മാധ്യമ പ്രവർത്തനം. അങ്ങനെയാവണം മാധ്യമ പ്രവർത്തനം. ഭാരതമെന്ന് പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വള്ളത്തോളിന്റെ വരികൾ ഇവിടെ അന്വർത്ഥമാക്കുകയാണ് ആഷ്മി താജ് ഇബ്രാഹിമിന്റെ ആ വാക്കുകളിലൂടെ. നമുക്കൊന്ന് അത് കേട്ടു നോക്കാം. ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവർ ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ, ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞു കയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാതവേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജ വർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ. തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കെട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ, മരണവക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശരിവാദം. ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. വെറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി. കൂടെ പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി.